നമ്മളുടെ അടുത്ത പേഷ്യൻസ് ചിലപ്പോൾ വരാറുണ്ട് ഗൈനക്കോമാസ്റ്റി ഓപ്പറേഷൻ ചെയ്യാൻ. പക്ഷേ ചില ഘട്ടങ്ങളിൽ നമ്മൾ വിസമ്മതിക്കാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പേഷ്യൻസ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ലൈഫ് ഇവൻറ്റ്, ഉദാഹരണത്തിന് കല്യാണത്തിൻ്റെ തൊട്ട് മുമ്പേ ആയിരിക്കും ഗൈനക്കോമാസ്റ്റി സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ദൂരെ യാത്രയൊക്കെ കാണുമായിരിക്കും, വേറൊരു കൺട്രിയിൽ പോയി പഠിക്കാൻ പോകുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പേ തന്നെ അവർക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് അവർക്ക് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശം കാണുമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ പൊതുവേ സർജറി എൻകറേജ് ചെയ്യാറില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ പേഷ്യൻസ് അഡിക്വേറ്റ് ആയിട്ട് റെസ്റ്റ് അല്ലെങ്കിൽ റിക്കവറിക്ക് വേണ്ടി സമയം കൊടുക്കുന്നില്ല. നമ്മുടെ സർജറിയിൽ ചെയ്യുന്ന സ്റ്റെപ്സ് പോലെ തന്നെ സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റ് അല്ലെങ്കിൽ റിക്കവറി പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിക്കവറി പീരീഡിൽ നമ്മൾ തുടക്കത്തിൽ കൂടുതൽ റെസ്റ്റ് എടുക്കണം. പിന്നെ സമയം പോകുന്നതനുസരിച്ച് നമ്മളുടെ ആക്ടിവിറ്റി ലെവൽസ് നമുക്ക് കൂടുതലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ സൂക്ഷിക്കുന്നില്ല. നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണ്, നമ്മൾ റെസ്റ്റ് അഡിക്വേറ്റ് ആയിട്ട് എടുക്കുന്നില്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഏത് തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ പറ്റും? ഉദാഹരണത്തിന് രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യതയുണ്ട്, ഹെമറ്റോമ ഉണ്ടാകാൻ പറ്റും. ഹെമറ്റോമ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സ്കാറിങ് കൂടുതലായിരിക്കും, നമുക്ക് കോണ്ടൂർ അബ്നോർമാലിറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് അത്രമാത്രം നല്ല റിസൾട്ട് ചിലപ്പോൾ കിട്ടില്ല. മുറിവ് ഉണങ്ങാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സാധാരണഗതിയിൽ 1-2 ആഴ്ചകൾ കൊണ്ട് ഉണങ്ങാനുള്ള മുറിവുകൾ ചിലപ്പോൾ കുറേ മാസങ്ങൾ എടുത്തിട്ടായിരിക്കും ഉണങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റും നമ്മൾ അഡിക്വേറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ റെസ്റ്റ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കല്യാണം അതുമാതിരിയുള്ള മേജർ ലൈഫ് ഇവൻറ്റ് വല്ലതൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു മിനിമം 1 month മുമ്പെങ്കിലും സർജറി ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാൻ ഉള്ള ടൈം കൊടുക്കണം. അത് നമ്മളുടെ പ്ലാനിങ്ങിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ നമ്മൾ ദൂരെ യാത്ര വല്ലതുമൊക്കെ ഉണ്ട്, വേറൊരു കൺട്രിയിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം 2 to 3 weeks നമ്മൾ അഡിക്വേറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കാൻ നമ്മളുടെ പ്ലാനിങ്ങിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം. വേറൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പേഷ്യൻസ് ചിലപ്പോൾ ദൂരെ വല്ല കൺട്രിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവർ ചിലപ്പോൾ വെക്കേഷൻ്റെ സമയത്ത് വന്നിട്ടായിരിക്കും അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് ചിലപ്പോൾ അവർക്ക് വെക്കേഷൻ ചിലപ്പോൾ ലിമിറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ 2 weeks 3 weeks 4 weeks ഒക്കെ കാണാറുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളുടെ വെക്കേഷൻ്റെ തുടക്കത്തിലുള്ള ടൈമിൽ തന്നെ നമ്മൾ ഇതുമാതിരിയുള്ള സർജറി ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാൻ നമുക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ടൈം കിട്ടും. എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. വേറൊരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കോസ്മെറ്റിക് സർജറിയിൽ അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലും നമുക്ക് സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർജിക്കൽ പ്രൊസീജിയറും അതിൻ്റെ ഔട്ട്കംസ് വളരെ സേഫ് ആയിരിക്കണം. അപ്പം ചിലപ്പോൾ നമുക്ക് അറിയാതെ തന്നെ ചിലപ്പോൾ വേറെ വല്ല അസുഖങ്ങൾ കാണുമായിരിക്കും. ചിലപ്പോൾ നമുക്ക് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ കാണും, ചിലപ്പോൾ നമുക്ക് BP ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസിന് നമ്മൾ തുടക്കത്തിൽ തന്നെ സ്ക്രീൻ ഔട്ട് ചെയ്യണം. അതിന് പ്ലാസ്റ്റിക് സർജൻ്റെ അടുത്ത് പോകണം എന്നില്ല. അത് ഏത് ജനറൽ പ്രാക്ടീഷണറോ അല്ലെങ്കിൽ ഫിസിഷ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുമാതിരിയുള്ള വല്ല അസുഖം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം, നമുക്ക് അതിനെ ബെറ്റർ ആക്കണം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ സർജറി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യൻസ് തുടക്കത്തിൽ തന്നെ അറിയാതെ പോയിട്ട് ഇതുമാതിരിയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് സർജറിയിൽ എടുക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഒരുപാട് ഡിലേ വരാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് പരമാവധി അവോയ്ഡ് ചെയ്യാൻ പറ്റും.